വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പ്രൊഫഷണൽ ഗ്യാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നതിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ സെറ്റപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെറ്റപ്പ് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ സിമ്പിൾ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിമ്പിൾ സെറ്റപ്പിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കണം നമ്മൾ എങ്ങനെ ചെയ്താലും ചെയ്യേണ്ടത്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഓഫ് എ കോയിൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഔട്ട്കം രണ്ടെണ്ണം ഉള്ളൂ, അല്ലേ? ഒന്നെങ്കിൽ ഹെഡ് വരും, അല്ലെങ്കിൽ ടെയിൽ വരും, അല്ലേ? ഈ രണ്ടെണ്ണവും ഉള്ളൂ റിസൾട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊരു ട്രേഡിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വിജയിക്കാൻ, ഒന്നെങ്കിൽ നമ്മൾ തോക്കും, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കും. രണ്ടിലൊന്നാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമ്മളൊരു റൂൾസ് ഡിഫൈൻ ചെയ്യണം. എന്ത് ചെറിയ ട്രേഡിംഗ് പ്ലാൻ ആണെങ്കിലും ആ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഇന്ന പോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന പോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ആവുള്ളൂ എന്നുള്ള രീതിയിൽ. നമുക്ക് എന്താണ് കാര്യമെന്ന് നോക്കാം. നൗ വാട്ട് ഈസ് ദ ടൈം ഇൻ ഇന്ത്യ ടുഡേ? അതായത് ഇത് ന്യൂയോർക്ക് അല്ല, ടൈം ഇൻ ഇന്ത്യ. ഓൾറൈറ്റ്. ടൈം ഇൻ ഇന്ത്യ 2:31 AM, വെനസ്ഡേ മാർച്ച് 5, 2025 മാർച്ച് 5 റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. വളരെ അതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ ഒത്തിരി ബാക്കിലോട്ട് പോവുക. ഇപ്പോൾ ജൂണോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. ഇവിടം വരെ നമുക്കിത് കിട്ടുള്ളൂ, അതിൻ്റെ ഇത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ക്യാൻഡിൽ സെറ്റപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്. അതായത് കൺസിക്യൂട്ടീവായിട്ട് 3 ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. റൂൾ നമ്പർ 1. എന്താണത്? സിമ്പിൾ സെറ്റപ്പാണ്. ടൈം ഫ്രെയിം നമ്മൾ 3 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ചാർട്ട് എവിടെയാണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ 3 മിനിറ്റിൻ്റെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഗോ ബാക്ക് ടു ദ ചാർട്ട്. പ്രീവിയസ് ചാർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പം പ്രീവിയസ് ചാർട്ടിൽ പോകുമ്പോഴത്തേനും ഇവിടെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ടൈപ്പ് ചെയ്ത് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി റൂൾസ് എന്ന് പറയുന്നത് സിമ്പിൾ റൂൾസാണ്. എന്താണ് റൂൾസ്? ടൈം ഫ്രെയിം 3 മിനിറ്റ്. ഓക്കെ, 3 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ എടുക്കുക. ഇത് ചാർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ചാർട്ടാണിത്. ഇതെന്ന് പറയുന്നത് നവംബർ 2024 ചാർട്ടാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡേ എന്ന് പറയുന്നത് മാർച്ച് 4, 2025. ഓൾറൈറ്റ്. നമ്മൾ ഒത്തിരി ചാർട്ട് പുറയിലാണ്. ഈ ചാർട്ടിൽ നമുക്ക് സെറ്റപ്പ് കണ്ടാൽ മതിയില്ല. എങ്ങനെയാണ് 3 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം. 3 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോഷർ. ഓക്കെ, അതായത് 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരണം. ഓൾറൈറ്റ്. ഇങ്ങനെ 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ സബ്സീക്വൻ്റ്ലി ഇതിൻ്റെ ബോഡി അറ്റ്ലീസ്റ്റ് അടുത്ത ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കണം, അടുത്ത ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കണം, അടുത്ത ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കണം. ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യാം, 5ാമത്തെ ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്തേക്കാം. ഇഫ് യു നോട്ടീസ് എന്താണ് ഇൻറ്റേർണൽ സ്വിങ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇഫ് സംതിങ് ഈസ് ബിൽറ്റ് ഓൺ ദ റൈറ്റ് നമ്മൾ പറയില്ലേ, അതായത് സ്വിങ് ഹൈ ഓർ സ്വിങ് ലോ. ഓക്കെ, സ്വിങ് ഹൈ ഓർ സ്വിങ് ലോ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്വിങ് ഹൈയുടെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് അടുത്ത വരുന്ന ക്യാൻഡിലായിരിക്കണം നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഓക്കെ, സ്വിങ് ഹൈ ഓർ സ്വിങ് ലോ സെറ്റപ്പ് ഈസ് എബവ് ഓർ ബിലോ ദ swing high or swing low. റൈറ്റ്. ഓൾറൈറ്റ്. അതായത് നമുക്കിപ്പം ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ? സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ ആക്ച്വലി പ്രൈസ്, അതിന് മുകളിൽ പ്രൈസ് ക്രോസ് ചെയ്യുന്ന ക്യാൻഡിൽ നമ്പർ 1 എന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. ക്യാൻഡിൽ നമ്പർ 2, ക്യാൻഡിൽ നമ്പർ 3, അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സെറ്റപ്പ് പ്രകാരം നമുക്കിത് ക്വാളിഫൈ ചെയ്യുന്നില്ല. ആദ്യത്തെ നമ്മുടെ സെനേരിയോ എന്ന് പറയുന്നത് 3 ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ ബോഡി വൈസ് എങ്കിലും ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. 1 ക്യാൻഡിൽ, ലെറ്റ് us see what is this one. 1 ക്യാൻഡിൽ, 3 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം. 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ. പക്ഷേ ഇവിടെ സ്വിങ് ഹൈസ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ സെറ്റപ്പ് ഇഗ്നോർ ചെയ്യുന്നു. ഓൾറൈറ്റ്. നൗ 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ആയിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് നടക്കില്ല. അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്
3 ക്യാൻഡിൽ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം അല്ലേ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് മൂന്ന് ക്യാൻഡിൽ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ അല്ലേ. 3 ക്യാൻഡിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ക്യാൻഡിൽ ഇമ്മീഡിയറ്റ്ലി ഈ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ഓക്കെ, അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. അത് നമ്മൾ ചാനൽ കേട്ട് പഠിക്കുന്നവർ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി, എല്ലാം സീക്രട്ടും നമ്മളെല്ലാം ഇതിനകത്ത് എഴുതി വെക്കാൻ പറ്റത്തില്ല. സോ സമയമെടുത്ത് അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതുള്ളൂ. സോ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ കൺസിക്യൂട്ടീവ്ലി ക്യാൻഡിൽ ക്ലോഷർ ഈസ് ഡൺ. പക്ഷേ പ്രോബ്ലം എന്താണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടത്തിൽ ഫോർത്ത് ക്യാൻഡിൽ ഇമ്മീഡിയറ്റ്ലി എൻട്രി ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ ചാൻസ് ടു ബൈ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ആയിരിക്കും ഈ ഫോർത്ത് ക്യാൻഡിൽ എൻട്രി ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് പിന്നെ ബൈ വരുന്നത്. ഓൾറൈറ്റ്, 1:1 ബൈ വരുന്നത്. അപ്പം അത് വന്നിട്ടില്ല, ഈ കേസിൽ അത് വന്നിട്ടില്ല. സോ അത് ഫെയിലായി. സോ എഗെയിൻ നമ്മൾ നോക്കണം, 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ റൈറ്റ്. 3 ക്യാൻഡിൽ വന്നു. 3 ക്യാൻഡിൽ വന്നു കഴിഞ്ഞതിന് ഫോർത്ത് ക്യാൻഡിൽ ഇവിടെ, സോ ഇത് ഞാൻ ഇച്ചിരി വലുതാക്കാം. ഓക്കെ, ഫോർത്ത് ക്യാൻഡിൽ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ ഫോർത്ത് ക്യാൻഡിൽ, ഇതാണ് തേർഡ് ക്യാൻഡിൽ. സോ ഫോർത്ത് ക്യാൻഡിൽ ഇവിടെ ബോട്ടം ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് 1:1 നമുക്ക് എത്രയാണ് ടാർഗറ്റ്? 17.5. ഓൾറൈറ്റ്. സോ 1:17 എന്ന് പറയുമ്പോൾ 30 പോയിൻറ്റ് നിഫ്റ്റി മൂവ്മെൻറ്റ് വരണം. സോ ഇത് ഏകദേശം 32 പോയിൻ്റ് ഉണ്ട്. ഓൾറൈറ്റ്, ഇത് 32 പോയിൻറ്റ്. അപ്പോൾ ഇത് എക്സാക്ട്ലി ഹാഫാണ്, 65 പോയിൻറ്റ്. ഓൾറൈറ്റ്. അപ്പം തേർഡ് ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെയല്ലേ, ആ ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 17.5. ഓക്കെ, അപ്പോൾ 30 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് വരുമ്പോഴത്തേനും നമ്മുടെ ടാർഗറ്റ് അടിച്ചു. ഓൾറൈറ്റ്. നൗ 17.5 ആണ് പ്രീമിയത്തിലുള്ള ടാർഗറ്റ്. അത് ടാർഗറ്റ്, ഇത് സ്റ്റോപ്പ് ലോസ്. SL 17.5. ഓൾറൈറ്റ്. അപ്പം ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ 17.5 എന്താണ് ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 17.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ നമുക്ക് എടുക്കാം. നിഫ്റ്റിയുടെ ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ക്വാണ്ടിറ്റി, റൈറ്റ്. 75 ഇൻറ്റു 17.5 എന്ന് പറയുമ്പോഴത്തേനും ഒരു ലോട്ടയിൽ നമുക്ക് 1312 രൂപ 50 പൈസ കിട്ടും ഒരു ലോട്ടയിൽ. ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 1312 രൂപ എന്ന് പറയുമ്പോഴത്തേനും ഒരു ലോട്ടയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പം ഇറ്റ് ഈസ് എത്രയാണ് നമ്മൾ മുടക്കുന്നത്? എത്രയാണ്? ഇപ്പം നമ്മൾ 450 ഡീപ്പ് ഇൻ ദ മണിയാണ് എടുക്കുന്നത്. ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസ് എപ്പോഴും എടുക്കുന്നത്. അതായത് 30 പോയിൻറ്റ് വരുമ്പം അതിനകത്ത് 17 പോയിൻറ്റിലും പകുതിയിലും മൂവ് ചെയ്യുന്ന ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസ് എടുക്കുമ്പോൾ, അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 390 രൂപ ആയാലും വരും. 75 എന്ന് പറയുമ്പോഴത്തേനും 29,250 അല്ലേ, ഇൻറ്റു 2% എന്ന് പറയുമ്പോൾ എത്ര വരും? 585 രൂപയാണ് 2% എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് എത്രയാണ്? ആക്ച്വലി 1300 സംതിങ് ഉണ്ട്. ഒരാൾ, ഒരു ലേബർ, ഒരു മേസ്ത്രിയാണെന്ന് വിചാരിച്ചു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പോയിരുന്ന് പണിത് കഴിഞ്ഞാലാണ് 1300 രൂപ അയാൾക്ക് കൊടുക്കുന്നത് നമ്മൾ, അല്ലേ. അപ്പം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർത്ത്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ചെറുതായിട്ട് ഒരിക്കലും കാണരുത്. ചെറിയ കാര്യങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ കാര്യങ്ങൾ നമുക്കിത് പിന്നീട് നമുക്ക് ക്വാണ്ടിറ്റി അഡീഷൻ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ചെറിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. 1 ലോട്ട്. അപ്പോൾ നമുക്ക് ആ ഇമോഷണൽ മാനേജ്മെൻറ്റും ഡിസിപ്ലിനും എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും. ബിക്കോസ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ് ബേസ്ഡ് സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്, അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് പ്രൊഫഷണൽ ഗാംബ്ലിംഗ്. നമ്മളൊന്നും ഇല്ലാതെയല്ല ചെയ്യുന്നത്. സോ നൗ SL is 17.5, ദിസ് ഈസ്. സോ 30 പോയിൻറ്റ് മൂവ്മെൻറ്റ് വരുമ്പം യുവർ ടാർഗറ്റ് ഈസ് ഹിറ്റ്. ഓൾറൈറ്റ്. ഇതാണ് കൺസെപ്റ്റ്. സോ നമ്മളുടെ ടാർഗറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹിറ്റ് ചെയ്തോ ഇല്ലയോ, ഈ ഒരു റൂൾസ് ഇവിടെ വേണം. ഓൾറൈറ്റ്. ഒന്നാമത്തെ റൂള് ടൈം ഫ്രെയിം 3 മിനിറ്റ്, രണ്ടാമത്തേത് 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോഷർ 1 ആഫ്റ്റർ അനദർ, 1 2 3 ക്ലോസ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. സപ്പോസ് ഇത് സ്വീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എഗെയിൻ യു വെയിറ്റ് ഫോർ അനദർ 3 ക്യാൻഡിൽ ക്ലോഷർ ബൈ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇവിടെ സ്വീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എൻട്രിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും യുവർ ബ്രാക്കറ്റ് ഓർഡർ ഈസ് സെറ്റ്. 17.5 ടാർഗറ്റ്, 17.5 സ്റ്റോപ്പ് ലോസ്. ഡൺ. 1:1 സിമ്പിൾ സെറ്റപ്പ്. അധികം കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഇവിടെ ആ പണം നോക്കേണ്ടത് ക്യാൻഡിൽ ക്ലോഷർ 1 2 3 എന്ന് പറയുന്നത് ബോഡി വൈസ് ക്ലോസ് ചെയ്തിരിക്കണം. വിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകട്ടെ, നോ പ്രോബ്ലം, ഡസൻ മാറ്റർ.
ഓൾ റൈറ്റ്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് എൻട്രി എടുത്തിരിക്കുന്ന ഈ റെഡ് ക്യാൻഡിലാണ്. ബിക്കോസ് തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം ഈ റെഡ് ക്യാൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ എൻട്രിയിലേക്ക് എടുത്തിരിക്കുന്നത്, ഗ്രീൻ ക്യാൻഡിലല്ല. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ടാർഗറ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾ റൈറ്റ്. സോ നമ്പർ 1 ടാർഗറ്റ്. റൈറ്റ്. ഒരു സെറ്റപ്പ് നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടി. നമ്മൾ ആ ടാർഗറ്റ് കിട്ടുന്നോടം വരെ നമ്മുടെ ട്രേഡ് ഇറ്റ് ഈസ് റണ്ണിങ്. റൈറ്റ്, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ റൈറ്റ്. സോ നെക്സ്റ്റ് ട്രേഡിലേക്ക് നമ്മൾ നോക്കുകയാണ്. നെക്സ്റ്റ് ട്രേഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വൺ ആഫ്റ്റർ അനദർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈസി അല്ല കണ്ടുപിടിക്കാൻ. ഇവിടെ 1 2 തേർഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നില്ല. ലീവ് ഇറ്റ്. 1 2 3 ഇല്ല. ഇത് 1 2 ഇതും ക്ലോസ് ചെയ്യുന്നില്ല. എല്ലാം മിറ്റിഗേറ്റ് ചെയ്ത് സി 1 1 2 3 റൈറ്റ്. ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട് 3 ക്യാൻഡിൽ. സോ നമുക്കിവിടെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് എ ലൈൻ? ഇതാണ് ലൈൻ പ്ലോട്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടുത്തെ കണ്ടീഷൻ പ്രകാരം നമ്മൾ സെല് ചെയ്യാൻ പോകണം ഇനി. ബിക്കോസ് 3 ക്യാൻഡിലിൻ്റെ മുകളിൽ വരുമ്പോൾ സെല്ലിങ്, 3 ക്യാൻഡിൽ താഴെ വരുമ്പോൾ ബൈയിങ്. ദിസ് സിമ്പിൾ. പക്ഷേ ഇവിടെ സെല് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ് ആക്ച്വലി നമ്മൾ പറഞ്ഞിരിക്കുന്നത്? കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എൻട്രി വെൻ ദ ഫോർത്ത് ക്യാൻഡിൽ ടാപ്സ് എബവ് ദ തേർഡ് ക്യാൻഡിൽ ഫോർ സെൽ. വെൻ ദ ഫോർത്ത് ക്യാൻഡിൽ, ദിസ് ഈസ് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ എവിടെ ടാപ്പ് ചെയ്യണം? ഈ റെഡ് ക്യാൻഡിൽ ആക്ച്വലി ഇതിന് മുകളിൽ ടാപ്പ് ചെയ്യുമ്പോഴായിരുന്നു നമ്മളുടെ ഇമ്മീഡിയറ്റ് എൻട്രി എന്ന് പറയുന്നത്. ഈ കേസിൽ അത് സംഭവിച്ചോ? ഇല്ല. ഇഗ്നോർ ദ സെറ്റപ്പ്. നമ്മുടെ സെറ്റപ്പ് വന്നിട്ടില്ല. ഓക്കെ. നൗ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ ക്ലോസ് ചെയ്തോ? ഇല്ല. പോട്ടെ, അതും പോട്ടെ. ഇനി അടുത്ത സെറ്റപ്പ് 1 2 3 റൈറ്റ്. ദിസ് വൺ റൈറ്റ്. 1 2 3. സി ദിസ് ഈസ് 1 2 3 ക്ലിയർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ തേർഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഫോർത്ത് ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുമ്പം എൻട്രി അല്ലേ? ഇതിന് മുകളിൽ ഫോർത്ത് ക്യാൻഡിൽ എപ്പോഴാണോ അവിടെ ടാപ്പ് ചെയ്യുന്നത് അന്നേരം നമ്മൾ എൻട്രി. സോ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സോ ദിസ് വിൽ ബി അവർ എൻട്രി. റൈറ്റ്. ദിസ് വിൽ ബി അവർ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു പൊസിഷനായിരിക്കും നമ്മൾ. ബിക്കോസ് ഫോർത്ത് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിലിൻ്റെ എബോ ഇത് ചെയ്തപ്പോൾ നമ്മളിവിടെ സെല് ചെയ്തു. സോ എഗെയിൻ നമ്മളുടെ ഈ 32 പോയിൻറ്റിന് അടുത്ത് ഏകദേശം അടുത്ത് ടാർഗറ്റ് വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കത് ടാർഗറ്റ് കിട്ടിയില്ലെന്ന് കൂട്ടാം. ബിക്കോസ് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ടാർഗറ്റ് മിറ്റിഗേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ ഇത് ഈ ഒരു മൂവ്മെൻറ്റിൽ തന്നെ നമുക്ക് ഏകദേശം ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് 27 പോയിൻറ്റോളം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 3 പോയിൻറ്റിനെ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റ് ഏകദേശം മീറ്റ് ചെയ്തു എന്ന് കൂട്ടാം. പക്ഷേ ഞാൻ മീറ്റ് ചെയ്തിരുന്നില്ല, ടാർഗറ്റ് ഫെയിൽഡ് എന്ന് എഴുതിയേക്കാം. ഓക്കെ. സോ ഈ കേസിൽ ഇത് ഫെയിലായി. ബിക്കോസ് ഓൾറെഡി മുകളിലോട്ട് പോയി അത് ഹിറ്റായി. ഫെയിൽഡ്. റൈറ്റ്. നോ ആ സെറ്റപ്പ് ഫെയിലായതിനു ശേഷം വീണ്ടും നമ്മൾ നോക്കുകയാണ് 1 2 3 അല്ലേ? 3 തേർഡ് ക്യാൻഡിലിനകത്ത് ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈ ലൈൻ വരുന്ന സെപ്പറേഷൻ വരുന്നത് എപ്പോഴാണ്? 3 മണിക്കാണ് വരുന്നത്. ഇവിടുത്തെ ഈ ട്രേഡ് സെറ്റപ്പ് 15 21 കണ്ടോ? 15 ആകുമ്പോഴത്തേനും 12 3 15 9 ആകുമ്പോൾ നമുക്ക് ട്രേഡ് ഇല്ല. സി ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് കണ്ടോ? താഴെ ഇവിടെ നോക്കിയാൽ മതി. ഇതുണ്ടോ? എവിടെയാണ്? 15 9 അപ്പോൾ അതിനുശേഷമാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് ട്രേഡ്. നോ ട്രേഡ് ആഫ്റ്റർ 3 PM. Because 3 to 3:30 PM everybody is closing out of the position. Market will go either direction. അപ്പും പോവും ഡൗണും പോവും, എല്ലാം ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കും. സോ ആ ദിവസത്തെ കഴിഞ്ഞു. റൈറ്റ്. നെക്സ്റ്റ് ഡേ ഓപ്പൺ ആകുന്നു, മാർക്കറ്റ് ഓപ്പൺ ആകുന്നു. നെക്സ്റ്റ് ഡേ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും 3 ക്യാൻഡിൽ ക്ലോഷർ ഇവിടെ ഏതാണ്? ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, ഇത് ക്ലോഷർ നടന്നിട്ടില്ല, ബോഡി താഴെയാണ്. അപ്പോൾ ഇത് വിട്ടുകളാം. പിന്നെ എഗെയിൻ നമ്മൾ നോക്കണം 1 2. ഇവിടെ തേർഡ് ക്യാൻഡിൽ ക്ലോഷർ നടന്നിട്ടില്ല. സോ 1 2 3. സോ നമ്മളെ സംബന്ധിച്ച് തേർഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. റൈറ്റ്. ഇതുണ്ടോ? റൈറ്റ്. 1 2 3 തേർഡ് ക്യാൻഡിൽ. അതിൻ്റെ മുകളിൽ ഫോർത്ത് ക്യാൻഡിൽ ഇമീഡിയറ്റ്ലി അതിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ എൻട്രി ഇവിടെ വെച്ച് തന്നെ ക്വാളിഫൈഡ് ആയി. റൈറ്റ്. സോ നമ്മൾ ഇവനെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുന്നു. റൈറ്റ്. 30 പോയിൻറ്റ്. റൈറ്റ്. എക്സാക്ട്ലി 30 പോയിൻറ്റ്. അതിന് ശേഷം താഴോട്ട് വരണം. അപ്പം ഇതിന് മുകളിൽ ടാപ്പ് ചെയ്തു, പ്രൈസ് നേരെ താഴോട്ട് വന്നു, നമ്മുടെ ടാർഗറ്റ് കിട്ടി 17.5%. സോ ദിസ് ഈസ് ടാർഗറ്റ്. റൈറ്റ്. നോ ഇവിടെ ടാർഗറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 3 ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, നത്തിങ് ഹാപ്പൻഡ്. ഓക്കെ. എഗെയിൻ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. റൈറ്റ്. തേർഡ് ക്യാൻഡിൽ. നോ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് നെക്സ്റ്റ് ഫോർത്ത് ക്യാൻഡിൽ ഇമീഡിയറ്റ്ലി സ്വീപ്പ് ചെയ്യണം. ഇല്ല എൻട്രി ഇല്ല. അത് ഓർത്തോണം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തപ്പോൾ നമ്മളുടെ എൻട്രി ക്വാളിഫൈഡ് അല്ലേ? വി ആർ ഇൻ ദ എൻട്രി.
സോ നമ്മളിത് ഇവിടെ ആക്ച്വലി ഇവിടെ വരെ മതിയില്ല, ഇത് ടാർഗറ്റ് മീറ്റ് ചെയ്തല്ലോ. സോ നെക്സ്റ്റ് വൺ ഇവിടെ വെച്ച് ഇതിൻ്റെ കോപ്പി എടുക്കാം. സോ നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ വെക്കുന്നു. സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ വന്നപ്പോഴത്തേന് മീറ്റ് ചെയ്തു, റൈറ്റ്. ഓൾ റൈറ്റ്. സോ ദിസ് ഈസ് ടാർഗറ്റ്, റൈറ്റ്. നൗ നെക്സ്റ്റ് വൺ ക്യാൻഡിൽസ് എല്ലാം മിറ്റിഗേറ്റിംഗ് 2 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ 3 ക്യാൻഡിൽ. ഓക്കെ 1 2 3 ഇത് പോയി. ഓക്കെ 1 2 3 തേർഡ് ക്യാൻഡിൽ. സോ ഇത് തേർഡ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തു 1 2 3. തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് വന്നപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് എൻട്രി ഉണ്ട്. ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിക്കോസ് ഫോർത്ത് ക്യാൻഡിൽ ഓൾറെഡി അവിടെ ഇത് ചെയ്യുന്നുണ്ട്. സോ ഫോർത്ത് ക്യാൻഡിൽ ഇത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഇവിടെ സോറി സോ ഫെയിൽഡ്. നമ്മൾ ഔട്ട് ചെയ്യുന്നതിന് ബിക്കോസ് ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ അതിനാണ് ഫീഡ് ചെയ്തേക്കുന്നത്. സോ ആ ട്രേഡ് ഫെയിലായി കഴിയുമ്പോഴത്തേനും വീണ്ടും നമ്മൾ ട്രേഡിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ തൊട്ട് നോക്കരുത്. നമ്മൾ ഫെയിലായി കഴിഞ്ഞതിന് ശേഷമുള്ള ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ഫെയിലായി കഴിഞ്ഞ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീണ്ടും നോക്കണം. ബിക്കോസ് നമ്മൾ ഇമീഡിയറ്റ്ലി ട്രേഡിലേക്ക് കടക്കുക എന്നുള്ളതല്ല. നമ്മൾ എവിടെ ഫെയിലായോ, ബിക്കോസ് നമ്മൾ ഇപ്പം ഇൻ ബിറ്റ്വീൻ വന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നവർ കാണും അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കണം 3 ക്യാൻഡിൽ വന്നിരിക്കുന്നിടത്ത് എവിടെയെല്ലാമാണ് ട്രേഡ് വന്നിരിക്കുന്നത്, അവിടുത്തെ ഫെയിലും ടാർഗറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ട്രേഡിൻ്റെ ക്യാൻഡിൽ ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കണം. ഓൾ റൈറ്റ്. ബിക്കോസ് ദാറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ. അല്ലെങ്കിൽ നമ്മൾ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകും. നമ്മൾ കാണുന്ന ക്യാൻഡിൽസ് മുഴുവനും 3 ക്യാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ ബോട്ടം കൊണ്ട് പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു ഡേ തുടങ്ങുമ്പം എത്ര 3 ക്യാൻഡിൽ സെറ്റപ്പ് ഇവിടെ വന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ല, ദിസ് ഈസ് നോട്ട് എ 3 ക്യാൻഡിൽ സെറ്റപ്പ്, റൈറ്റ്. ബിക്കോസ് ഇതിൻ്റെ ഇടയ്ക്ക് ക്യാൻഡിൽ വേറെ വന്നു കഴിഞ്ഞു. സോ ദിസ് ഈസ് എ 3 ക്യാൻഡിൽ സെറ്റപ്പ്. അത് മാർക്ക് ചെയ്തു, അതിന് നമുക്കൊരു ടാർഗറ്റ് കിട്ടി. സോ നെക്സ്റ്റ് അതിന് ശേഷം വരുന്ന ക്യാൻഡിൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, റൈറ്റ്. അപ്പം അതിന് ഇപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ ഇപ്പം നോക്കി, ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് നമുക്ക് അതിന് ശേഷം ഈ ക്യാൻഡിലാണ് വരുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിലോ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് തേർഡ് ക്യാൻഡിൽ ഒരു ക്യാൻഡിലും കൂടെ വന്നായിരുന്നെങ്കിൽ അതിന് ബോട്ടം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ എടുക്കാം. പക്ഷേ ഇൻസൈഡ് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു റേഞ്ച്, അപ്പോൾ നമ്മൾ ആ 3 ക്യാൻഡിലാണെന്ന് കൂട്ടരുത്. ബിക്കോസ് ഇത് 3 കണ്ടോ, ഈ 3 ക്യാൻഡിലും ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ക്യാൻഡിലായി പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണ് ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേനും വൺ ആഫ്റ്റർ അനദർ മോളിൽ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ വൺ ആഫ്റ്റർ അനദർ താഴെയും ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ പറയുന്നത്, പ്രൈസിൻ്റെ മൂവ്മെൻറ്റും കൂടെ നോക്കണം. അതേസമയം ഷോർട്ട് റേഞ്ചിലുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ വിട്ട് കളയാം. അങ്ങനത്തെ ഇത് വേണ്ട. ബിക്കോസ് നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷനും കൂടെ വരണ്ട അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ചെറിയ മൂവ്മെൻറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നമുക്കൊരു ടാർഗറ്റ് കിട്ടി, ആ കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇൻവാലിഡ് ആയിപ്പോയി. നമ്മളെ സംബന്ധിച്ച് ഈ ക്യാൻഡിലും ഇല്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഇൻ കേസ് സംബഡി ഈസ് ലുക്കിംഗ് ഫ്രം ദിസ് ആംഗിൾ 1 2 3 എന്നും പറഞ്ഞ് നോക്കുമ്പം ഇവിടെ മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടത്തിൽ പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ല. സോ എൻട്രി ഇല്ല. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഇവിടുത്തെ എൻട്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മനസ്സിലായോ? രക്ഷപ്പെട്ടു എന്നല്ല, നമ്മൾ അതിനകത്ത് എൻട്രിക്കകത്തില്ല. നമ്മളിവിടെ ടാർഗറ്റ് കിട്ടിയാൽ അത് വേറെ കാര്യം എങ്കിൽ പോലും. സോ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും കേട്ടാൽ മതി, അപ്പം മനസ്സിലാവും. നമ്മൾ പറയുമ്പോഴത്തേനും 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോഷർ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ വരണം. അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ ഒരെണ്ണം ഇൻസൈഡ് ക്യാൻഡിലായി പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസൈഡ് ക്യാൻഡിലായി പോയെങ്കിലും പ്രൈസ് മൂവ്മെൻറ്റ് ഈസ് സോ ഫാസ്റ്റ് അല്ലേ. ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ. എത്രയുണ്ട്? 57 പോയിൻറ്റോളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു 45-50 പോയിൻറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷേ തേർഡ് ക്യാൻഡിലിൻ്റെ ഹയസ്റ്റ് ക്യാൻഡിൽ ഏതാണോ ഫോം ചെയ്തേക്കുന്നത് ആ ക്യാൻഡിൽ, അത് മേ ബി തേർഡ് ക്യാൻഡിലായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലായിരിക്കും ഇൻസൈഡ് ക്യാൻഡിൽ വരുവാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പോലും ഫോർത്ത് ക്യാൻഡിൽ ഇമ്മീഡിയറ്റ്ലി ആ വന്നിരിക്കുന്ന ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. സോ മുന്നോട്ട് മാർക്ക് ചെയ്ത് പോകാൻ നമുക്കുണ്ട്. സോ ഡേ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഇത് നമ്മളുടെ അന്നത്തെ ദിവസത്തെ എത്ര ടാർഗറ്റ് ഉണ്ടെന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ. അല്ലാതെ എല്ലാ ക്യാൻഡിലും പോയി എടുക്കരുത് എൻട്രി. സോ ഇവിടെ നമ്മൾ ഫെയിലായി. ഓക്കെ, അതിനുശേഷം അടുത്ത ട്രേഡിലേക്ക് നോക്കുക. 1 2 3 വന്നില്ല, 1 2 3 റൈറ്റ്. ഇവിടെ ഇതുണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. സോ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം അല്ലേ. ഈ ക്യാൻഡിലിൻ്റെ ബോട്ടം, അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തപ്പോൾ വി ആർ ഇൻ, റൈറ്റ്. ഇത് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് 30 പോയിൻ്റ് ഉണ്ടല്ലേ. ഇത് എക്സാക്ട്ലി 33 പോയിൻ്റ് ഉണ്ട്. താഴോട്ടും
32 പോയിൻറ്റ് 33 പോയിൻ്റ് ഉണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മളവിടെ എൻട്രി വന്നു, വി കോട്ട് എത്ര വന്നു, ടാർഗറ്റ് കിട്ടി. റൈറ്റ്. സോ നമ്മളിവിടെ ടാർഗറ്റ് 17 പോയിൻറ്റ്, ഒരു ലോട്ട് വെച്ച് നമ്മൾ ചെയ്ത് നോക്കുക. കുറേ നാൾ നമ്മൾ ചെയ്ത് പരിശീലിച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം ഈ ടാർഗറ്റ് കിട്ടിയതിന് ശേഷം 3 ക്യാൻഡിൽ 1 ആഫ്റ്റർ അനദർ ക്ലോസ് ചെയ്തോ? ഇല്ല. ഇത് നോക്കി 1 2 ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലായിപ്പോയി അല്ലേ. ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. പ്രൈസും അതിൻ്റെ മൊമെൻറ്റം മുകളിലോട്ടും പോയി കണ്ടവാനം. അതിനുശേഷം വരുന്നത്. പക്ഷേ നമുക്ക് ബോഡി വൈസ് 1 ആഫ്റ്റർ അനദർ താഴോട്ട് വരണം ക്ലോസ് ചെയ്യണം. ഇതുണ്ടോ, ഇതൊരു പെർഫെക്റ്റ് സെനാരിയോ ആണ്. വിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, പക്ഷേ ബോഡി ഉണ്ടോ 1 2 3 മൂന്നും ഒരേ സീക്വൻഷ്യൽ ഒരു ഓർഡറിൽ വരുന്നില്ലേ? അങ്ങനെ ബോഡി വരണം. ഈ ഒരു കേസിൽ 1 2 3 എന്ന് പറയുമ്പോൾ ഈ 3 കൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ലീവ് ഇറ്റ്. നമുക്ക് എല്ലാം പിടിക്കാൻ പറ്റത്തില്ല. യു ഫോക്കസ് ഓൺ എക്സലൻറ്റ് സെറ്റപ്പ്. സംടൈംസ് യു വിൽ ഫെയിൽ, സംടൈംസ് യു വിൽ വിൻ. ഓക്കെ, നൗ 1 2 3 റൈറ്റ്. ബട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എ സോൺ ഈസ് ക്രിയേറ്റഡ്. റൈറ്റ്. ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സോൺ ക്രിയേറ്റ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ എടുക്കുന്ന എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എടുക്കുന്ന എൻട്രി എന്ന് പറയുന്നത് സോണിന് ബോട്ടം ലെവലിൽ അത് സ്വീപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ബിക്കോസ് സോൺ സ്വീപ്പ് ചെയ്യാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. അപ്പോൾ 3 ക്യാൻഡിലിനകത്ത് നമ്മൾ ഈ സോൺ സ്വീപ്പിൻ്റെ ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ വരുമ്പോഴത്തേനും അത് നമ്മുടെ റൂൾസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു സോണിൻ്റെ ഇതെന്ന് പറയുന്നത് അല്ലേ. ബോഡി പോർഷൻ അല്ല, വിക്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ എവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സ്വിംഗ് ഹൈ ഓർ സ്വിംഗ് ലോ സെറ്റപ്പ്. സ്വിംഗ് ലോ ഉണ്ടെങ്കിൽ സ്വിംഗ് ഹൈ, ഇതൊരു ടൈപ്പ് ഓഫ് സ്വിംഗ് ഹൈ ആണ് അല്ലേ. ഇവിടെ നോക്കി, ഇതൊരു ടൈപ്പ് ഓഫ് സ്വിംഗ് ഹൈ ആണ്, ഈക്വൽ ഹൈസ്. ഇതിൻ്റെ വിക്സ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ഈ 3 ക്യാൻഡിലെ പിടിക്കാൻ നിൽക്കരുത്. അപ്പം അങ്ങനെ അതിനെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സോൺ സ്വീപ്പ് നടന്നതിന് ശേഷം 3 ക്യാൻഡിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓൾ റൈറ്റ്. അപ്പം ഇത്രയും പോയിൻറ്റ്സ് ആണ്. ബിക്കോസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ്, കുറേ സെനാരിയോസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാണ്. സോ അതിനുശേഷം ഈ സോൺ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സോൺ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് അതിന് മുകളിൽ കയറി പ്രൈസ് ഡെലിവറി ക്ലോസ് ചെയ്തോ? ഇല്ല. സോ സ്വീപ്പിംഗ് അതിന് മുകളിൽ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് വി ഡോണ്ട് നീഡ് ദാറ്റ് പർട്ടിക്കുലർ ക്യാൻഡിൽ. ഓൾ റൈറ്റ്. അപ്പോൾ പ്രൈസ് ഡെലിവറിക്കകത്ത് നമുക്ക് സ്ട്രെങ്ത് വേണമെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ സ്വീപ്പ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ ഇതുപോലെ ക്ലോസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ക്യാൻഡിലായിപ്പോയി. നൗ യു നീഡ് ടു വെയിറ്റ് ഫോർ ബ്രേക്ക് ഔട്ട് ഓഫ് ദിസ് വൺ, ആ പർട്ടിക്കുലർ ക്യാൻഡിൽ. മനസ്സിലായോ? അപ്പോൾ റൂൾസ് വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നിന്ന് ഔട്ടാണ് ആക്ച്വലി. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പ് വേണം താനും. അപ്പോൾ നമ്മൾ നോക്കുന്നത് സോൺ സ്വീപ്പ് ചെയ്യുമ്പോൾ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സ്ട്രെങ്ത് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് ഈ സ്വീപ്പ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ ബോഡി ക്ലോസ് ചെയ്യപ്പെട്ടതിന് ശേഷം 1 ആഫ്റ്റർ അനദർ പ്രൈസ് മുകളിലോട്ട് കയറി ഇതുപോലെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഈ കേസിൽ നമുക്കിത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് സ്വീപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. സോ സ്വീപ്പ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ പ്രൈസ് ഡെലിവറി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് മുകളിൽ ക്യാൻഡിലേറ്റ് ക്ലോസ് ചെയ്തു. 1 2 3 റൈറ്റ്. 3 റൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്താ വെച്ചാൽ ഇതിന് മുകളിൽ പ്രൈസ് കയറി ക്ലോസ് ചെയ്തു. റൈറ്റ്. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? അപ്പോൾ നമ്മൾ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണ്. ആ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ 1 ആയിട്ട് കൂടുന്നു. 1 2 3 റൈറ്റ്. 1 2 3 എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമ്മൾ തേർഡ് ക്യാൻഡിലിൻ്റെ ഇതാണ് നമ്മുടെ ആക്ച്വലി തേർഡ് ക്യാൻഡിൽ. അതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തോ? ഇതിന് മുകളിൽ 4th ക്യാൻഡിൽ ഹാസ് ടു സ്വീപ്പ് എബവ് ദ തേർഡ് ക്യാൻഡിൽ. അപ്പോഴാണ് നമുക്ക് എൻട്രി കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എൻട്രി മിസ്സായി. ആക്ച്വലി നമുക്കിത് ടാർഗറ്റ് ഉണ്ട്, പക്ഷേ എൻട്രി മിസ്സായി. അഗെയിൻ 1 2 ഇല്ല, 1 2 ഇല്ല, 1 2 ഇല്ല, ഫിനിഷ്. അവിടെ പോയി. ഇനിയാണ് അടുത്ത വരുന്നത്. സോ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും 1 2 3. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഇവിടുത്തെ സോണ്, ഇവിടെ വന്നിരിക്കുന്ന സോൺ കംപ്ലീറ്റ്ലി ഇതാണ് നമ്മുടെ സോണ്, ഇത് അല്ലേ. അതിന് എബവ് ആണ് പ്രൈസ് നിൽക്കുന്നത്. ഇറ്റ്സ് എക്സലൻറ്റ് ദിസ് വൺ. അപ്പോൾ ഇതിന് എബവ് പ്രൈസ് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ 1 2 3 തേർഡ് ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഈ സോണിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്. ബിക്കോസ് ഇത്രയും മൊമെൻറ്റത്തിലാണ് വരുന്നത്. പെട്ടെന്ന് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് ക്യാൻഡിൽ ഇതാണ്. അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് നമുക്ക് ടാർഗറ്റ് ഫെയിൽ ചെയ്താൽ ഓക്കെ. തേർഡ് ക്യാൻഡിൽ നമ്മൾ ഇവിടെ വെക്കുമ്പോഴത്തേനും അത് ഇട്ട സമയത്ത് തന്നെ എന്താ പറയുന്നത്, ഫെയിൽഡ്. ബിക്കോസ് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ അല്ലേ ഇടുന്നത്.
ബയർ സ്റ്റോപ്പ് ലോസും എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇത് എക്സിറ്റ് ആയി. സോ ഫസ്റ്റ് ക്യാൻഡിൽ, പിന്നെ അടുത്ത അത് ട്രേഡ് ഫെയിൽ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 1 2 3 നമുക്ക് ഈ ഈ ഈ ഈ ഒരു മൂമെൻറ്റിൽ തന്നെ ഇത് പോയി. അതുകൊണ്ട് ഈ തേർഡ് ക്യാൻഡിൽ നമുക്ക് ഈ മൂന്നെണ്ണം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നു 1 2 3 വന്നു. 3 വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? 3യുടെ ബോട്ടം അടുത്ത ക്യാൻഡിൽ വന്നു, ഇല്ല, എൻട്രി മിസ്ഡ് അല്ലേ. ഇനി എൻട്രി മിസ് ചെയ്തപ്പോൾ ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്ത് കേൾക്കുന്നു അല്ലേ. അപ്പോൾ പ്രൈസ് വീണ്ടും 3 എണ്ണം ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സോൺ പോലെ നമുക്ക് കാണാം അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ ഒരു സോൺ പോലെ പ്രൈസ് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ നമ്മൾ ആ സോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് എബവ് പ്രൈസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ ഇതാണ് അതിന് എബവ് പ്രൈസ് കയറിയേക്കുന്നത് അല്ലേ. സോ അതിന് എബവ് കയറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ ഇത് ഇതിനകത്തായിപ്പോയി, ഇതിന് മുകളിൽ വന്നിട്ടില്ല അല്ലേ. അപ്പം അത് നമ്മൾ ലീവ് ചെയ്തു. ബിക്കോസ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ നമ്മളുടെ ഇത് പ്രകാരം ക്യാൻഡിൽ ഇതുപോലെ ക്ലോസ് ചെയ്യണം. 1 2 3 എബവ് ക്ലോസ് ചെയ്യണം. ഒരു കുറച്ചിങ്ങനെ താഴെ നിന്നാലും സാരമില്ല, പക്ഷേ ഇത് ഈക്വൽ ലെങ്തിലായിപ്പോയി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വി വിൽ ഇഗ്നോർ. അപ്പോൾ നമ്മളത് നോക്കിയിരിക്കുമല്ലേ. ഈ പിന്നെ ക്യാൻഡിൽ ക്ലോസർ ചെറുതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് കയറരുത്. അറ്റ്ലീസ്റ്റ് ഈച്ച് ഓഫ് ദ ക്യാൻഡിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റും വേണം. അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റോ നമ്മൾ സെല് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും വേണം. അതുപോലെ തന്നെ താഴോട്ട് ഉള്ള ഇതും വേണം, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വേണം. അതാണല്ലോ ഇതുണ്ട്. 1 2 3 എന്ന് പറയുമ്പോഴത്തേനും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബോഡി ക്ലോഷർ ഓൾസോ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അടുത്തത്, അപ്പോൾ ഇവിടെ ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് എൻട്രി ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്വാളിഫൈങ്. ഈ ക്യാൻഡിൽ 1 2 എന്നുള്ള ക്യാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അത് ലീവ് ചെയ്തു. സോ നെക്സ്റ്റ് ഇവിടെ തൊട്ട് നമുക്ക് ഇനി നോക്കാൻ പറ്റത്തുള്ളൂ. സോ ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3 വരുമ്പോഴത്തേനും ക്യാൻഡിൽ 3യുടെ മുകളിൽ ഫോർത്ത് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തോ. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മുടെ എൻട്രി വരുന്നത്. ആൻഡ് സ്വീപ്പ് ചെയ്തോ, ഇല്ല, ലീവ് ഇറ്റ് അഗെയിൻ. അപ്പം ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ നമ്മളെന്ത് ചെയ്തു? വീണ്ടും പ്രൈസ് അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് സോൺ സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഈ ക്യാൻഡിലോട്ട് 1 2 എന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 വന്നോ? ഇല്ല. സോ അടുത്ത് വന്നു. ഇത് 1 2 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 2 ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇൻസൈഡ് ആയിപ്പോയി. സോ അഗെയിൻ 1 ഇല്ല, 1 2 3 എക്സലൻറ്റ്. നൗ ഇവിടെ എന്ത് പറ്റി? ഇവിടെ എക്സലൻറ്റ്. ബട്ട് ഇതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തോ? ഇല്ല. സോ വാട്ട് ഇസ് ദ ടൈം നോ? 14:54 15 ഇവിടെ. സോ നമുക്കിവിടെ ട്രേഡ് ഇല്ല, റൈറ്റ്, ബിക്കോസ് ഇത് എൻഡ് ഓഫ് ദ ഡേ ആണിത്. സോ നെക്സ്റ്റ് ഡേ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഡേ വരുന്നു. സോ അടുത്ത ദിവസം നമ്മൾ വരുന്നു. അടുത്ത ദിവസം വരുമ്പോഴത്തേനും 3 ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നു. അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ? ഇല്ല. ഫോർത്ത് ക്യാൻഡിൽ വന്നില്ല, ലീവ് ഇറ്റ്. 1 2 എന്നുള്ളൂ, ഇല്ല, ഇതും ഇല്ല. അപ്പം ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിന് എബവ് പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ എൻട്രി ഉള്ളൂ. ഓൾ റൈറ്റ്. ഈ പർട്ടിക്കുലർ സോൺ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ പ്രൈസ് വരിക. നമുക്കിവിടെ 3 ക്യാൻഡിൽ ഫോം ചെയ്യുന്നില്ല. സോ സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതിന് ടോപ്പ് പോർഷനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സോൺ ക്രിയേറ്റ് ചെയ്ത ഇതിന് മുകളിൽ ഈ ഒരു ഈക്വൽ ഹൈസിൻ്റെ മുകളിൽ ഒരു 1 2 ആയുള്ളൂ. സോ അവിടെ ഇല്ല. 1 2 3 ഇവിടെ ഇല്ല. 1 2 3 ഇതൊരു എൻട്രി സെനാരിയോ ആണ്. ഇത് എൻട്രി സെനാരിയോ അല്ല, ബിക്കോസ് ഇവിടെ നിന്ന് നമുക്ക് ആക്ച്വലി എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ താഴെ വന്നിട്ട് പ്രൈസ് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു. സോ വീണ്ടും 3 ക്യാൻഡിൽ കൗണ്ട് ചെയ്യാൻ വരുമ്പോഴത്തേനും നമുക്ക് 3 ക്യാൻഡിലിൻ്റെ കൗണ്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് സോൺ സ്വീപ്പ് ചെയ്തതിന് എബവ് വേണം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് അവിടെ ബോഡി പോർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതേ ഉള്ളൂ. സോ നമുക്ക് ഈ എൻട്രി ആക്ച്വലി ഗുഡാണ്, പക്ഷേ മിസ്സായി. നോ പ്രോബ്ലം, വെരി ഗുഡ്, അത് പോട്ടെ. സോ എഗെയിൻ 1 2 3 തേർഡ് ക്യാൻഡിൽ വന്നു, റൈറ്റ്. ദിസ് ഈസ് എ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം ഫോർത്ത് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തോ? ഇല്ല, എൻട്രി ഇല്ല. ഓക്കെ, നൗ ഇവിടെ വീണ്ടും ഒരു സോൺ പോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് പിന്നെ അടുത്ത ബൈങ് വരുന്നത്. സോ 1 ഈ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു. നമ്മൾ ഇത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇവിടെ മിസ്സായില്ല എൻട്രി. അതുപോലെ തന്നെ 1 2 3 അതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തോ? ഇല്ല, അവിടെ എൻട്രി മിസ്സായല്ല, എൻട്രി ഇല്ല നമുക്ക്. നെക്സ്റ്റ് 1 2 3 ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ. സോ ഇതിന് എബവ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൗണ്ടിങ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒന്നുമില്ല. സോ ഇതും വീണ്ടും ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ അതിന് എബവ് പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴേ ഉള്ളൂ. സോ ഇതിന് എബവ് പ്രൈസ് ടാപ്പ് ചെയ്തു കഴിഞ്ഞ ശേഷം 1 2 3 എക്സലൻറ്റ്. സോ നൗ യു സി ഇവിടെ 1 2 3
തേർഡ് ക്യാൻഡിൽ. ബിക്കോസ് ഇവിടുത്തെ നമ്മളുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടുത്തെ നമ്മുടെ ക്യാൻഡിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഇങ്ങനെ താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് വരിക. അപ്പോൾ താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് വരുമ്പോഴത്തേനും അതിന് എബോവ് ടാപ്പ് ചെയ്തതിൻ്റെ ക്യാൻഡിൽ 1, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വിട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതിൻ്റെ കാര്യം. ഓക്കെ, നോ ക്ലിയർ അല്ലേ? നോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇവിടെ തൊട്ട് നമുക്ക് ഈ ക്യാൻഡിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. 1 2 3 തേർഡ് ക്യാൻഡിൽ ഇതാണ്, ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ എബോവ് അടുത്ത ക്യാൻഡിൽ ഇത് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സോ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഓൾ റൈറ്റ്, ഇതിന് എബോവ് പ്രൈസ് ടാപ്പ് ചെയ്തപ്പോൾ നമ്മളുടെ എൻട്രി. സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടി. സോ വാട്ട് ഈസ് ദ ടാർഗറ്റ്? 31 പോയിൻറ്റ്. അതിനകത്ത് 17 പോയിൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ടാർഗറ്റ്. നൗ അഗെയിൻ ടാർഗറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും കൗണ്ടിങ് തുടങ്ങാം. 1 2 റെഡ് ക്യാൻഡിൽ വന്നു പോയി. ഇത് അഗെയിൻ ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്തു. അതിന് മുകളിൽ വരുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്തു. ഇനി ബോട്ടം വരുമ്പോൾ നോക്കിയാൽ മതി. ഇതും വേണ്ട, ബിക്കോസ് ഇതിന് ബോട്ടം പ്രൈസ് 3 ക്യാൻഡിൽ കൺസിക്യൂട്ടീവായിട്ട് വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി. സോ 1 2 3 ഇവിടെ ഒന്നും ഇല്ല, ബിക്കോസ് എല്ലാം താഴെ. സോ ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു 1 2 3. സോ എക്സലൻറ്റ്. ഇവിടെ എന്ത് സംഭവിച്ചു? സോ തേർഡ് ക്യാൻഡിൽ റൈറ്റ്, തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. സോ ഓക്കെ, സോ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി ചെയ്തു. സോ ദിസ് ഈസ് ഓൾസോ നമുക്ക് ടാർഗറ്റ് കിട്ടി. റൈറ്റ്, നൗ ടാർഗറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കുന്നു എവിടെയാണ് 3 ക്യാൻഡിൽ ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഒരു സോൺ ക്രിയേറ്റ് ചെയ്താക്കുന്നു. സോ ഇവിടെ ഇതിന് മുകളിലോട്ട് പ്രൈസ് പോകുമ്പോൾ 2 ക്യാൻഡിൽ ഫോം ചെയ്യുന്നുള്ളൂ. 1 2 3 അല്ലേ. ഇവിടെ ഏതാണ് 1 ഇതൊരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇതിന് എബോവ് പ്രൈസ് പോകുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എൻട്രി ഇല്ല. സോ അഗെയിൻ പ്രൈസ് ഇവിടെ വേറെ സോൺസ് ഒന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ്, ചെറിയ സോൺസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും പ്രൈസ് നേരെ താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. സോ തേർഡ് ക്യാൻഡിൽ നമ്മളിവിടെ എൻട്രി എടുത്തു. തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിലിന് എൻട്രി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. സോ ഇത് നമുക്ക് ഫെയിലായി. ഫെയിലായതിനു ശേഷം നെക്സ്റ്റ് വീണ്ടും അടുത്ത തേർഡ് ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണ്. സോ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഇവിടെ എല്ലാം മിറ്റിഗേറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇതിന് മുകളിൽ ഈ ഫോർത്ത് ക്യാൻഡിൽ ടാപ്പ് ചെയ്യണം അല്ലേ, അത് നടന്നോ? ഇല്ല. സോ നെക്സ്റ്റ് ഇവിടെ വന്ന് വീണ്ടും ഒരു സോൺ ക്രിയേറ്റ് ചെയ്ത് അതിന് മുകളിലോട്ട് വരുന്നു. ടൈമും പോയി കഴിഞ്ഞു, അന്നത്തെ കാര്യം കഴിഞ്ഞു. ഓൾ റൈറ്റ്, ഇനി അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ഇവിടെ ഇൻ ബിറ്റ്വീൻ വന്നു, ലീവ് ഇറ്റ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ? ഇല്ല. സോ എൻട്രി മിസ്ഡ്. രക്ഷപ്പെട്ടില്ലേ? ഇവിടെ നോക്കിയേ, പെർഫെക്റ്റ് ആയിട്ട് നോക്കിയേ. ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് കാണിക്കാം. അതിന് ബോട്ടം പ്രൈസ് വന്നിട്ടില്ല. ഇതിന് ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി ഇടുന്നത്. ഓൾ റൈറ്റ്, കൃത്യം നമ്മളെ അവിടെ രക്ഷിച്ചു. അപ്പോൾ അത് പോയി. ഇനി നമ്മൾ അടുത്ത ട്രേഡ് ഇവിടെ ഇൻ കേസ് നമ്മൾ എൻട്രിക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ നോക്കിയേ, വരുന്നുണ്ടോ? 41 പോയിന്റ് വരുന്നത്. നമുക്ക് ടാർഗറ്റ് ഏകദേശം വരുന്നുണ്ട് അവിടെ. ഈ പറഞ്ഞ് നമ്മളത് എൻട്രി എടുത്തിട്ടില്ല എന്ന് കൂട്ടിക്കോ. ഓൾ റൈറ്റ്, നൗ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തോ? ഇല്ല. പോട്ടെ, അത് വിട്ട് കളഞ്ഞു. ഇനി പോയിട്ട് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് വരുവാണ്. 1 2 3 1 2 3. തേർഡിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തപ്പോൾ ഫെയില്. സോ ഇവിടെ ഒരു ഫെയിൽ വന്നു. ഓക്കെ, ഇവിടെ ആക്ച്വലി ഫെയിൽ വന്നു. സോ നമ്മൾ എക്സ്ട്രീം സിറ്റുവേഷനിൽ നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യണം. ഫെയിൽ ആയതിനു ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ 1 2 3 വന്നില്ല. 1 2 3 വന്നില്ല. ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിനെപ്പോൾ ഇനി ടാപ്പ് ചെയ്യണം. 1 2 3. ഇത് നമുക്ക്
കൂട്ടാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ഗ്രീൻ ക്യാൻഡിലായി പോയി അല്ലേ. റെഡ് ക്യാൻഡിൽ തന്നെ വരണം. സോ അഗെയിൻ ബോഡി വൈസ് 1 2 3 തേർഡ് ക്യാൻഡിലിൻ്റെ എബവ് പ്രൈസ് ടാപ്പ് ചെയ്തോ? ഇല്ല. സോ ഇവിടെ ടാപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് എൻട്രി ഇല്ല നമുക്ക്. സോ നെക്സ്റ്റ് 1 2 3 വരുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കേണ്ടത് ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ലീവ് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ആ സോണിന് എബവ് പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷം ആ ക്യാൻഡിലാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ സോൺ ക്രിയേഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് പുറകോട്ട് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ സ്വീപ്പിംഗ് വരും. അപ്പോൾ നമ്മളുടെ ഇത് ഫെയിൽ ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 1 2 ഇത് ഗ്രീൻ വന്നു, 1 2 ഗ്രീൻ വരാൻ പാടില്ല. 1 2 3 തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം 1 2 3 തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം ആൻഡ് പ്രൈസ് ഈസ് സ്വീപ്പിംഗ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ ഓൾസോ. ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഈ സോണിൻ്റെ ബോഡി പോർഷൻ മാത്രം നോക്കിയാൽ അവിടെയാണെങ്കിലും സോൺ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് താനും ഈ 3 ക്യാൻഡിൽ വരുന്നുമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു നമ്മളുടെ ഒരു ട്രേഡാണത്. ഓക്കെ, സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ട്രേഡായിരുന്നു. ഓൾ റൈറ്റ്, ഇത് 30 പോയിൻ്റ് ആണോ? 32 പോയിൻ്റ്. അപ്പോൾ ഇത് ടാർഗറ്റ് സോൺ സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ബോഡി പോർഷൻ അറ്റ്ലീസ്റ്റ് ആയാലും ആ സോൺ സ്വീപ്പ് ചെയ്യുന്ന മൂമെൻറ്റിൽ നമുക്ക് ബോഡി പോർഷൻ എങ്കിലും സ്വീപ്പ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ലിക്വിഡിറ്റി, റൈറ്റ്? എവരി ബോട്ടം ഓഫ് ദ സ്വിങ് ലോസ് ആൻഡ് സ്വിങ് ഹൈസിൻ്റെ ഹൈയിലും ലിക്വിഡിറ്റി ഉണ്ട്. അത് സ്വീപ്പ് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ടാർഗറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരുവാണ്. 1 2 3 വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ ഇത് സ്വീപ്പ് ചെയ്യുന്നില്ല. ഫോർത്ത് ക്യാൻഡിൽ നമ്മുടെ എൻട്രി ക്രൈറ്റീരിയയിൽ നിന്ന് ഔട്ടായി. സോ ഇതില്ല. എങ്കിൽ പോലും പ്രൈസ് ഇവിടെ നിൽക്കുമ്പം എഗെയിൻ വി ആർ ഇൻ എ സോൺ, ഒരു ചെറിയൊരു സോണിനകത്താണ് നിൽക്കുന്നത് അല്ലേ. ബിക്കോസ് ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മൾ അതായത് പ്രൈസ് ഇങ്ങനെ പോവല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നും അല്ലാത്ത ഒരു ഏരിയയിലാണ് പ്രൈസ് നിന്നിട്ട് ഈ 3 ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഫോർത്ത് ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ വരുമ്പോൾ നമ്മളൊരു ചാൻസ് എടുക്കുകയാണ്. അത് ഒരു കറക്ഷണൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ഏരിയ ആണെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അതേസമയം ലോട്ട് ഓഫ് സോൺസ് എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ അവിടെ എല്ലാം വന്ന് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ സോൺ വരുമ്പോഴത്തേനും നമ്മൾ സ്പീഡ് ഇച്ചിരി കുറയ്ക്കുക, വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം, അല്ലാതെ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിന് ഇത് പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. മനസ്സിലായോ? എല്ലാം എഴുതി വെക്കണം. അതിനുശേഷം നമ്മൾ പ്രോപ്പർ പ്ലാനിങ്ങിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതിനുശേഷം ഇവിടെ സോൺ, ഈ ഒരു സോൺ ഇവിടെ ഈ അടുത്തടുത്ത് ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തേതിനെ ഫെയിലായി ആക്ച്വലി, നമ്മളത് വിട്ടു. അതിനുശേഷം ഇൻ കേസ് ഇത് ഇല്ല, അതിനുശേഷം 1 2 3 ഇല്ല, ഇവിടെ 1 2 3 ഇല്ല, ഇതിവിടെ സോണിൻ്റെ ഏകദേശം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു ഇല്ല, അഗെയിൻ ഇപ്പോൾ ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഇത് നമുക്ക് വേണ്ട, ഈ ട്രേഡ് വേണ്ട. ബിക്കോസ് ഇവിടെ ഈ സോൺ സ്വീപ്പ് ചെയ്യാനുള്ള വരവാണ് ഈ വരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും യു സി 1 2 3 തേർഡ് ക്യാൻഡിലിൻ്റെ എബവ് പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നുണ്ട്. പ്രൈസ് നേരെ നമ്മുടെ ഏകദേശം ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. സോ നമ്മളിവിടെ ടാർഗറ്റ് വെക്കുമ്പം ഓക്കെ, നമുക്കിവിടെ ടാർഗറ്റ് കിട്ടുന്നുണ്ടോ നോക്കിയേ. സെല്ലിംഗ് സൈഡിലേക്ക് ടാർഗറ്റ് ഉണ്ട്, ഇതുണ്ടോ? ഇവിടെ ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട്, കണ്ടോ? എങ്കിൽ പോലും ഞാനത് മാർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയയിൽ അത് മീറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇവിടെ എല്ലാം സ്വീപ്പാണ് നടക്കുന്നത്. ഈ സ്വീപ്പ് നടക്കുമ്പോൾ നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, വി ഡോണ്ട് നീഡ് ദാറ്റ് ട്രേഡ്. ഓക്കെ, അഗെയിൻ ഇവിടെ എല്ലാം നോക്കുമ്പോഴത്തേന് എല്ലാം ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേന് 1 1 2 3 ഇതൊരു സെറ്റപ്പാണ്, റൈറ്റ്? പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സോൺ സ്വീപ്പ് ചെയ്തതിന് എബവ് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി എൻട്രി എടുക്കണോ? ഇവിടെ വേണ്ട. സോ ഇതിന് മുകളിൽ തൊട്ടുള്ള ക്യാൻഡിൽ കൗണ്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ കുറച്ച് എൻട്രി അങ്ങോട്ട് ഒഴിവായി പോട്ടെ. 1 2 അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുവാണ്. അപ്പോൾ ഇവിടെ ഒരു സോണുണ്ട്, വിട്ടുകളാം. അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം ട്രേഡ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കുമ്പോഴത്തേനും വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയെങ്കിലും നമുക്ക് കിട്ടുന്നില്ല സംഭവം എൻട്രി. ഇവിടെയും കിട്ടുന്നില്ല, ഇവിടെയും കിട്ടുന്നില്ല, ഇവിടെയും കിട്ടുന്നില്ല. ഇവിടെ കിട്ടുന്നുണ്ട്. സോൺ സ്വീപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 1 2 3 ഈ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. സോ വി ആർ ഇൻ ദ എൻട്രി, റൈറ്റ്? സോ വി ആർ ഇൻ ദ എൻട്രി, നമുക്ക് ടാർഗറ്റ് കിട്ടി. ഓൾ റൈറ്റ്. അപ്പം നമ്മളിപ്പോൾ എത്ര ദിവസം ചെയ്തു? ഞാനിപ്പോൾ എത്ര ദിവസം ചെയ്തു? 1 2 3 4 ദിവസം ചെയ്തു. ഓക്കെ, ഈ 4 ദിവസം ചെയ്തതിനകത്ത് നമുക്ക് എത്ര ടാർഗറ്റ് കിട്ടിയെന്ന് നോക്കാം. ഓൾ റൈറ്റ്, ഇത് ആദ്യത്തെ അല്ലേ? ഓക്കെ, ടാർഗറ്റ് 1 2 3 4 5 6 7
8 ടാർഗറ്റ്. ഓൾ റൈറ്റ്, 8. ഇനി ഫെയിൽഡ് എത്ര വന്നു? 1, 2, ഇവിടെ 2, ഇത് 3, ഇവിടെ 4, ഇവിടെ 5 ഫെയിൽഡ് 5. ഓക്കെ, 13 എണ്ണത്തിനകത്ത് 8 എണ്ണം നമ്മൾ വിൻ ചെയ്തു, 5 എണ്ണം നമ്മൾ ഫെയിലായി. അപ്പം എത്ര വന്നു നമ്മുടെ ക്യാഷ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വന്നു? സോ നമ്മളുടെ ട്രേഡിൻ്റെ അക്യുറസി എന്ന് പറയുന്നത് നമ്മൾ മൊത്തം 13 ട്രേഡ് ചെയ്തു അല്ലേ? അത് ട്രേഡ് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ എഴുതിയാക്കണം. 13 ട്രേഡിനകത്ത് 8 എണ്ണം നമ്മൾ വിജയിച്ചു, 5 എണ്ണം നമ്മൾ ഫെയിലായി. അപ്പോൾ നമ്മളുടെ ക്വാണ്ടിറ്റി 75, ഒരു ലോട്ട് നിഫ്റ്റി 17.5 ടാർഗറ്റ്. അപ്പോൾ ഒരു ലോട്ട് നമ്മൾ വിജയിക്കുമ്പം 1312 രൂപ 50 പൈസ കിട്ടും. അങ്ങനെ മൊത്തം നമുക്ക് ഇത്രയും, ഇതാണ് നമ്മളുടെ ട്രേഡ് അക്യുറസി എന്ന് പറയുന്നത്. 61% ഉള്ളൂ ട്രേഡ് അക്യുറസി എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ട്രേഡ് അക്യുറസി എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ദിവസങ്ങളിലെ ഈ സെയിം മോഡലിൽ 30 ദിവസം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ചാർട്ടിനകത്ത്. ദെൻ ഇഫ് ഇറ്റ് ഈസ് സ്യൂട്ടിങ് യുവർ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ട്രേഡ് സ്റ്റൈലുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഈ ഇത് സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് ഓരോ ലോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുക. സോ മേക്കിംഗ് മണി ഈസ് എ ടീഡിയസ് പ്രോസസ്സ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് റിച്ച് ആകാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ ഒരു സിമ്പിൾ സെറ്റപ്പ് ആണെങ്കിൽ പോലും എത്ര ക്ഷമയോടുകൂടി ഇരുന്ന് എത്ര പേഷ്യൻസോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് ഈ 13 ട്രേഡ് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടുന്നത്. മനസ്സിലായോ? ആദ്യം നമ്മൾ ഇത് നമ്മളുടെ കൺസിസ്റ്റൻസിയോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ചാർട്ടിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ പോകരുത്. മാർക്കറ്റിനകത്ത് കയറി ഡയറക്റ്റ്ലി പൈസ ഇൻവോൾവ് ചെയ്യാൻ പോകരുത്. ഞാനിത് നിങ്ങളോട് പറയുന്നത് ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ അല്ല. വേറെ ദിസ് ഈസ് എ വെരി സിമ്പിൾ ട്രേഡിംഗ് സിസ്റ്റം. അതായത് നമ്മളൊരു ഫ്ലിപ്പ് ഓഫ് എ കോയിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബിൾ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ഒരു സിമ്പിൾ, ഇനിയും വേറെ ട്രേഡ് സെറ്റപ്പുകളുണ്ട്, അത് ഞാൻ ഇനിയും കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള ഇത് സിമ്പിളാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സ്വിംഗ് ഹൈ ഫോർമേഷൻ, സ്വിംഗ് ലോ ഫോർമേഷൻ അവിടെ വരുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി ഒന്ന് മാറി നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും അത് ഒന്നും അല്ലാത്ത ഏരിയയിൽ കൂടെ മാർക്കറ്റ് 3 ക്യാൻഡിൽ നോക്കുമ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയെല്ലാമാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹെക്റ്റിക് മൂവ്മെൻറ്റ് വരുമ്പം യു ഡോണ്ട് നോ വാട്ട് ടു ഡു. നമ്മളിങ്ങനെ തരിച്ച് നിൽക്കും മാർക്കറ്റിന് മുന്നിൽ. അങ്ങനെയല്ല, ബിക്കോസ് യു നീഡ് ടു ഫോളോ എ മെക്കാനിക്കൽ പ്രോസസ്. ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഷോയിങ് യു. അപ്പോൾ ഇതിൻ്റെ അക്യുറസി ഈ 61% ആണോ അതോ ഇനി 75% നമുക്ക് കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. മനസ്സിലായോ? അപ്പോൾ അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുറേ നേരം ഇരുന്നിട്ട് നമ്മളിതിങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഏതെല്ലാം, അതായത് ചാർട്ടിൽ നമ്മൾ നോക്കുക, ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ട്രേഡ് എടുക്കുക, ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനിത് അവോയ്ഡ് ചെയ്യും, ഇന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ മെക്കാനിക്കൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. അല്ലാതെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ യു ആർ നോട്ട് ഹാവിങ് എനി ഇമോഷൻസ്, യു ആർ ഫോളോയിങ് എ സിസ്റ്റം. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു വെരി മച്ച് ആൻഡ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. അല്ലേ? അപ്പം സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇനി സ്ട്രാറ്റജി കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ദിസ് ഈസ് കോൾഡ് പ്രൊഫഷണൽ ഗ്യാമ്പിളിംഗ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. നിങ്ങളുടെ കമൻറ്റ്സ് ആണ് എൻ്റെ ഊർജ്ജം. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.